ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കണ്ട ഗംഗോത്രി യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇതിൽ ഞങ്ങളുടെ യാത്രകളും ഞങ്ങൾ വഴിയിൽ കണ്ട കാഴ്ചകളും എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ആരംഭം മുതൽ അവസാനം വരേക്കും നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ സജഷൻസൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കണം. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? കൂട്ടുകാർക്ക് ബോറടിച്ച് കാണുമെന്നറിയാം. എന്നാലും ഒരുപാട് ദൂരെ യാത്ര ആയതുകൊണ്ടാണ് ഞാൻ ഈ യാത്രകളൊക്കെ ഷൂട്ട് ചെയ്തത്. ഇത് ഐസ് കട്ട് ചെയ്യുന്ന യന്ത്രമാണ്. ഐസ് കട്ട് ചെയ്യുന്ന യന്ത്രത്തിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പല പല സ്ഥലങ്ങളിൽ ഐസ് കട്ട് ചെയ്യുന്ന യന്ത്രങ്ങളെ കണ്ടായിരുന്നു. ഇതാണ് ഐസ് കട്ട് ചെയ്യുന്ന യന്ത്രം. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്ഥലം ഐസ് വീഴുന്ന സ്ഥലം ആയതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഐസ് വീഴുന്ന സ്ഥലമാണ്, കുറച്ച് സ്ഥലത്ത് ഐസ് ഉള്ളൂ, ബാക്കിയെല്ലാം ഉരുകിപ്പോയി. അത് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കാണുന്നത് ഐസാണ്. കണ്ടില്ലേ, വെള്ള കളറിൽ കാണുന്നത് ഐസാണ്. അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ട്രക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒതുങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം എൻ്റെ മക്കൾ അവിടെ കുറച്ച് സമയം കളിച്ചു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തായിരുന്നു. കണ്ടില്ല, ഐസാണ്. അവർ ഐസിൽ കളിച്ചിട്ട് ഓടി വരുന്നതാണ്. ഐസിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കൂടുതലായിട്ട്.
ഒരുപാട് യാത്രകൾക്ക് ശേഷം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലെത്തിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയും രണ്ട് സൈഡിലും ആപ്പിൾ ചെടികളാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലോട്ട് പോയി നോക്കുമ്പോൾ ഒരു ആപ്പിൾ ചെടി നിൽക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ആപ്പിൾ ചെടി. ഇവിടെ നിറയെ ആപ്പിൾ ചെടി ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെയും ഗംഗോത്രിയിലോട്ടുള്ള യാത്ര പിന്നെയും തുടർന്നു. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് യാത്ര ചെയ്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുക്വ എന്നൊരു ടെമ്പിളിലാണ്. ഒരുപാട് പടികളുള്ളൊരു ടെമ്പിളാണിത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. നമ്മൾ താഴെ നിന്ന് യാത്ര ചെയ്ത് മുകളിലെത്തുമ്പോഴേക്കും തണുപ്പ് കൂടിയിരുന്നു. ഈ മലകളുടെ മുകളിൽ പഞ്ഞിക്കെട്ട് പോലെ കാണുന്നതാണ് ഐസ്. താഴെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കണ്ടുവെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല അടുത്ത് വെച്ച് തന്നെ കാണാൻ കഴിയുന്ന രീതിയിൽ ഐസ്, അത്രമാത്രം വലിയ മലകളാണ്. പിന്നെ കാണുന്നത് ആപ്പിൾ മരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫുള്ളും കാണുന്നത് ആപ്പിൾ മരങ്ങളാണ്. ഞങ്ങൾ കൂടുതലായിട്ട് കണ്ടതും ആപ്പിൾ മരങ്ങൾ മാത്രമാണ്. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടെമ്പിളിൻ്റെ അകത്ത് പോകാം. അങ്ങനെ നമ്മൾ മുക്വ ടെമ്പിളിലെത്തി. മുക്വ ടെമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഗംഗാ മാതാവ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെയാണ് ഏപ്രിൽ 30 ശേഷം മാത്രമേ ഗംഗോത്രിയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയുള്ളൂ. അതുവരേക്കും ഗംഗാ മാതാവ് ഇവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഗംഗോത്രിയിൽ, ഏപ്രിൽ 30 ശേഷം മാത്രമേ ഗംഗോത്രി തുറന്ന് ഗംഗാമാതാവിനെ കാണിക്കുകയുള്ളൂ തീർത്ഥാടകർക്ക്. പിന്നെ ഈ കാണുന്ന തടി കൊണ്ടുണ്ടാക്കിയ ഭവനങ്ങൾ പണ്ട് കാലത്തെ ഭവനങ്ങളാണ്. ഇതെല്ലാം പണ്ട് കാലത്ത് സന്യാസിമാർ, ഇവിടെ വരുന്ന സന്യാസിമാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതിന് മുകളിലായിട്ട് കാണുന്നതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന അവരുടെ സ്വന്തം ഭവനങ്ങളാണ്. തടി കൊണ്ടുണ്ടാക്കിയത് മാത്രമാണ് പണ്ട് കാലത്തുള്ള ഭവനങ്ങൾ. അപ്പോൾ നമ്മൾ എവിടെ കുറച്ച് ഇതൊക്കെ കണ്ടായിരുന്നു, കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ ഗംഗോത്രിയിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം കണ്ടത് മലനിരകൾക്കിടയിലൂടെ തറയിൽ താഴ്ഭാഗത്തുള്ള ഗംഗാ നദിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് പരന്ന് ഒഴുകുന്ന ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നത് ഇവിടെ വെച്ചാണ്.
അങ്ങനെ ഞങ്ങൾ 5 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഗംഗോത്രിയിൽ എത്തിച്ചേർന്നു. ഇതാണ് ഗംഗോത്രി. അപ്പോൾ തറനിരപ്പിൽ നിന്ന് 10,000 അടി മുകളിലാണ് ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. തീർത്ഥാടകരൊക്കെ ഇവിടെ കുറവാണ്. അവിടെ ഏപ്രിൽ 30 തൊട്ടേ തീർത്ഥാടകരെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നല്ലൊരു സൈലൻറ്റ് മൂഡായിരുന്നു. പിന്നെ വേറെ പറയാനുള്ളത്, അവിടെ ഞങ്ങൾ കുറച്ച് സമയം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ 30-ാം തീയതി മാത്രമേ ഗംഗാദേവിയെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. തീർത്ഥാടകർ കൊണ്ട് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോയിട്ട് വരാമെന്ന് വെച്ച് വന്നത്. ഗംഗോത്രിയിൽ നിന്ന് 19 കിലോമീറ്റർ മുകളിലാണ് ഗോമുഖ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെയും ആൾക്കാർ പോയി കാണാറുണ്ട്. ഭയങ്കര ഐസി ലാൻഡാണ്. അപ്പം അവിടെ വന്നിട്ട് ട്രക്കിങ്ങിലൂടെ മാത്രമേ നമുക്ക് അവിടോട്ട് എത്താൻ കഴിയുകയുള്ളൂ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പോകുന്നവരും ഉണ്ട്. തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് കടകളുണ്ട്. പിന്നെ അവർക്ക് ആഹാരം, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് പൂജാ സാധനങ്ങളാണ്. ഇവിടെ വന്ന് പൂജ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള പൂജാ സാധനങ്ങളാണ്. പിന്നെ ഗംഗാജലം എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യാനുകൾ എല്ലാം ഇവിടുത്തെ കടകളിൽ ലഭ്യമാണ്. പിന്നെ പല പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഏതൊക്കെ സ്ഥലത്തു നിന്ന് വരുന്നവരായിരുന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ട രുചിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ താമസ സൗകര്യം, ഞാൻ പറഞ്ഞില്ലേ, ഹോം സ്റ്റേ പോലുള്ള സ്ഥലങ്ങൾ, നമ്മുടെ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തീർത്ഥാടന സമയം ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അത്രയ്ക്ക് ജനം കൂടുന്ന 6 മാസത്തിലൊരിക്കൽ, ഒരു വർഷത്തിൽ 6 മാസത്തിലാണ് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുള്ളൂ. കാരണം ബാക്കി 6 മാസങ്ങളിലും ഐസ് വീഴുന്ന സമയത്ത് ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ സമയത്ത് തീർത്ഥാടകരെ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരുപാട് പേർ ഇവിടെ തീർത്ഥാടനത്തിന് വന്നു പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗംഗോത്രിയൊക്കെ കണ്ട് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആ മടങ്ങുന്ന സമയത്ത് കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടം നിങ്ങളെ കാണിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. നിങ്ങളും കണ്ടോളൂ. ഇനിയും കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.